ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ ബൈ ഡേ വിത്ത് പാത്തു. അങ്ങനെ ഇതാ നമ്മൾ അതിരപ്പിള്ളിയും വാഴച്ചാലൊക്കെ കഴിഞ്ഞ് നമ്മുടെ അതിർത്തി ഗ്രാമമായ മലക്കപ്പാറയിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഇതുവരെ നമ്മൾ മരങ്ങളും പാറകളും മാത്രം തിങ്ങി നിറഞ്ഞ ഒരു കാടിനുള്ളിലൂടെയാണ് സഞ്ചരിച്ച് വന്നത്. എത്ര പെട്ടെന്നാണ് പ്രകൃതിക്ക് ഒരു മാറ്റം സംഭവിച്ചതല്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് വാൽപ്പാറ എത്തുന്നവരെ നമ്മൾ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ മാത്രമാണ് കേട്ടോ സഞ്ചരിക്കുക. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വാൽപ്പാറയിലേക്കാണ് കേട്ടോ നമ്മളെ അടുത്ത യാത്ര എന്ന് പറയുന്നത്. ഈ ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ട് നമ്മുടെ കേരളം ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ വാൽപ്പാറയിലേക്ക് 25 കിലോമീറ്ററും പൊള്ളാച്ചിക്ക് 82 കിലോമീറ്ററാണുള്ളത്. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഉള്ളിലോട്ട് കയറുമ്പം ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു ചെറിയ വാട്ടർഫോളാണ്. ഇനി നമ്മളിതാ കാണാൻ പോകുന്നത് അപ്പർ ഷോളയാർ ഡാമാണ്. അപ്പോൾ ഇതാ ഡാമിൻ്റെ ഷട്ടർ ചെറുതായിട്ടൊന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഷട്ടർ തുറന്നിട്ട് വെള്ളം ഒഴുകി വരുന്നൊരു ഡാം കാണുന്നത്. 165 അടിയാണ് കേട്ടോ ഈ ഡാമിൻ്റെ ജലസംഭരണ ശേഷി എന്ന് പറയുന്നത്. 164 അടിയാകുമ്പം ഡാം തുറന്നു വിടും. ഈ ഒരു വെള്ളം നേരെ ഒഴുകി ചെല്ലുന്നത് നമ്മുടെ ലോവർ ഷോളയാർ ഡാമിലേക്കാണ്. വാൽപ്പാറയിൽ മഴ അധികമാകുമ്പോഴാണ് ഈ അപ്പർ ഷോളയാർ ഡാം തുറന്നു വിടുക. അതുകൊണ്ട് തന്നെ നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനെ മനോഹരമാക്കുന്നതിൽ ചെറുതല്ലാത്തൊരു പങ്ക് ഈ അപ്പർ ഷോളയാർ ഡാമിനുണ്ട്. കാരണം ചാലക്കുടി പുഴയിലേക്കും അതിരപ്പള്ളിയിലേക്കൊക്കെ വെള്ളം വരുന്നത് ഇതിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ പാറയിലൊക്കെ നമ്മൾ നോക്കുമ്പം ചെറിയ ചെറിയ കുഴിയൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തൊക്കെ ഡാം തുറക്കുമ്പം ചെറുതായി വെള്ളം ഒഴുകി വരുമ്പോൾ ആളുകളൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ കളിക്കുകയും കുളിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അത് ശരിക്കും ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ഈ ഒരു കുഴിയൊക്കെ നല്ല ആഴത്ത് തന്നെ ഉള്ളതാണ്. അത് ഈ വീഡിയോയിൽ നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നേരിട്ട് ശരിക്കും അത് കാണാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് ഇനി വാൽപ്പാറയുടെ ഒരു മനോഹാരിതയൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ശരിക്കും അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൂട്ട് തന്നെയാണ് കേട്ടോ ഇത്. വാൽപ്പാറയിൽ കാണാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല. പക്ഷേ ഈ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്ര തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് പൊള്ളാച്ചിയും വാൽപ്പാറയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 40 ഹെയർപിൻ വളവുകളുള്ള ചുരത്തിലൂടെയുള്ള യാത്ര. സ്ഥിരമായി വയനാട് ചുരം മാത്രം കയറുന്ന എനിക്ക് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഈ ചുരത്തിലെ യാത്ര ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു കേട്ടോ.
ഞാൻ ഈ വീഡിയോസിലൊന്നും യാതൊരുവിധ എഡിറ്റിങ്ങും ചെയ്തില്ല കേട്ടോ. കാരണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എന്താണോ കണ്ടത് അത് നിങ്ങളിലേക്ക് അതേപോലെ എത്തിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതാ ഇനി മുമ്പോട്ടേക്കുള്ള വാൽപ്പാറയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോളിട്ടോ. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്കാർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല. കാരണം ഈ ഒരു അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം റീൽസൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലമാണിത്. വാൽപ്പാറയിലെ മെയിൻ അട്രാക്ഷൻ ഇവിടേക്ക് പറയുക വാട്ടർഫോൾ എന്നാണ്. കാരണം ഇതിലൂടെ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു വാട്ടർഫോൾ ഉണ്ട്. പക്ഷേ ആരും അത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കാണാറില്ല. എല്ലാവരും ഈ ഒരു റൂട്ടിൽ വന്നിട്ട് അവിടെ ഒന്ന് വീഡിയോ എടുത്ത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്നതാണ് കാണുന്നത്. നമ്മളിവിടുന്ന് കുറച്ച് ഉപ്പുമുളകൊക്കെ തേച്ച മാങ്ങയും പൈനാപ്പിളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വാൽപ്പാറയുടെ ഈ നടുക്കഷ്ണം അല്ലെങ്കിൽ ഹൃദയഭാഗം ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും നമ്മൾ വാൽപ്പാറ വന്നത് തന്നെ. പക്ഷേ ഇവിടെ എത്തിയപ്പം അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തിട്ട് ഓണാകുന്നില്ല. ഒരുപാട് ടൈം കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഓണായി കിട്ടിയത്. അപ്പം ഞാൻ ആ ഒരു വിചാരിച്ച രീതിയിൽ കുറേ എക്സ്പെക്റ്റേഷനൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ കിട്ടിയത് വെച്ച് ഞാൻ എങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ കെട്ടിയവനോട് പറഞ്ഞ് സാരമില്ല നമുക്കൊന്നുകൂടി വരാം. ആ ഒരു വാക്ക് കേട്ട് ആ ഒരു സമാധാനത്തിൽ ഇതാ ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ വാൽപ്പാറ ടൗണിലേക്ക് എത്തിയിട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ടൗണാണ്. നല്ല ആൾത്തിരക്കും കച്ചവടക്കാരും കടകളൊക്കെ ആയിട്ട് നല്ല തിരക്ക് തന്നെയായിരുന്നു റോഡിൽ ഫുള്ളായിട്ട്. നമ്മളെ നാട്ടിലെ പെട്രോൾ പമ്പുകളൊക്കെ നല്ല ചെടികളും പൂക്കളും പുൽത്തകിടിയും വാട്ടർ ഫൗണ്ടെയിൻസൊക്കെ വെച്ചിട്ട് സമ്പന്നമാക്കുമ്പോൾ ഇവിടെ ഇതാ ഇവർ 4 കാലും അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റും വെച്ചിട്ട് പരിപാടി അങ്ങോട്ട് നിസ്സാരാക്കി കളഞ്ഞു. അല്ല നമ്മളിപ്പോൾ എന്തിനാ അതൊക്കെ നോക്കുന്നത്? പമ്പ് ചെറുതാലും വലുതാലും നമുക്ക് പെട്രോൾ കിട്ടിയാൽ പോരെ. അത് കിട്ടുകയും ചെയ്ത്. പിന്നെ നമ്മൾ ഈ വാൽപ്പാറ ടൗണിൽ കണ്ടിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ചെങ്കതളി. നല്ല ചുവപ്പ് കളറുള്ള പഴമല്ലേ അത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ കാക്കനോട് പറഞ്ഞ് എനിക്ക് കദളിപ്പഴം കഴിക്കാൻ വേണ്ടിയും കാണാൻ നല്ല രസമുണ്ട് പറഞ്ഞപ്പം ഈ വണ്ടി സൈഡാക്കാൻ പോലും സ്ഥലമില്ലാത്തടത്താണ് എൻ്റെ ഒരു കദളിപ്പഴം എന്നുള്ളൊരു നോട്ടം മൂപ്പര ഭാഗത്തു നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കദളിപ്പഴം കിട്ടാത്തൊരു വിഷമത്തിൽ ഞാൻ യാത്ര തുടരുകയാണ് കേട്ടോ. 100 സാധനങ്ങൾ പറഞ്ഞിട്ട് അതിൽ 99 എണ്ണം വാങ്ങി തന്നാൽ ആ 100ാമത്തെ സാധനം വാങ്ങിത്തരാത്തത് എന്താണോ അതിനെക്കുറിച്ച് ആലോചിച്ചേക്കില്ല നമ്മളിങ്ങനെ തല പുകഞ്ഞുകൊണ്ടിരിക്കുക. അതാണിപ്പം എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്.
അങ്ങനെ ഇതാ വാൽപ്പാറ ടൗണൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വണ്ടിയൊക്കെ സൈഡാക്കിയിട്ട് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഇത് നമ്മൾ ഇന്നലെ രാത്രി കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പൊതിച്ചോറ് എന്ന് കേട്ടാൽ ബോധം കെടുന്ന എൻ്റെ അളിയനും, അതേപോലെ ടൂറ് എന്ന് കേട്ടാൽ അപ്പം തന്നെ ചോറ് പൊതിയുന്ന എൻ്റെ അമ്മായിയമ്മയൊക്കെ ഓർക്ക് കഴിക്കാൻ വേണ്ടി എടുത്തതാണിത്. ഒന്ന് അളിയനും ഒന്ന് ഉമ്മക്കും ഒന്ന് കാക്കക്കും വേണ്ടിയിട്ട് 3 പൊതി ചോറായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊന്നും വേണ്ട എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിക്കുകയാണ്. ആകെ 3 പൊതി ചോറും ഉണ്ട്. നമ്മളൊരു 10-13 ആൾക്കാരും ഉണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാവർക്കും ഒന്ന് മയങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും റൂം തപ്പുന്ന തിരക്കിലാണ് കേട്ടോ. വാൽപ്പാറ സ്റ്റേ ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് വാൽപ്പാറ റൂമും ഹോട്ടലും ഒന്നും കിട്ടിയില്ല, റിസോർട്ട് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. വിളിക്കുന്നതൊക്കെ നല്ല തിരക്കാന്ന് തന്നെയാണ് പറയുന്നത്. ഒഴിവുള്ളതൊക്കെ പിന്നെ അത്രയ്ക്ക് വൃത്തിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പൊള്ളാച്ചിയിലേക്ക് പോവുകയാണ് കേട്ടോ. പൊള്ളാച്ചി നമ്മൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നേരെ അങ്ങോട്ടാണ്. ഈ വാൽപ്പാറ യാത്രയുടെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ഒരു 3/4 ഭാഗം വീഡിയോസിലും പോകുന്ന വഴിയിൽ കാട്ടുപോത്തിനെയൊക്കെ കാണുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ വന്നപ്പോൾ കാട്ടുപോത്ത് പോയിട്ട് ഒരു നാട്ടുപോത്തിനെ പോലും കണ്ടിട്ടുണ്ടായില്ല. അതെന്തുകൊണ്ടാണെന്നറിയില്ല. നമ്മൾ പോകുന്ന വഴിക്കൊന്നും അന്ന് മൃഗങ്ങൾ പുറത്തിറങ്ങില്ല. എന്തുകൊണ്ടായിരിക്കും അത് എന്ന് ആലോചിച്ച് നിൽക്കാനുള്ള നേരം നമുക്കില്ല. അതുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അത് ആലോചിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. ഞാനിങ്ങനെയൊക്കെ കത്തിയടിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പുറത്തെ കാഴ്ചകളൊക്കെ കാണണം കേട്ടോ. അത്രയ്ക്കും അടിപൊളി വ്യൂയിലൂടെയാണ് നമ്മൾ പോകുന്നത്. എനിക്ക് ക്യാമറ ഓഫ് ചെയ്യാനുള്ള ഒരു സമയം പോലും കിട്ടിയില്ല കേട്ടോ സത്യത്തിൽ. കാരണം ഓഫ് ചെയ്യുമ്പോഴേക്കും നല്ലൊരു സ്ഥലം വരും. അപ്പം ഞാൻ വീണ്ടും ഓണാക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ഫുൾ അങ്ങോട്ട് കവർ ചെയ്തുകൊണ്ട് തന്നെ പോകാം. അത്രയ്ക്കും നല്ല അടിപൊളിയായിരുന്നു ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഈ ഒരു മലക്കപ്പാറ വാൽപ്പാറ യാത്ര നമ്മൾ കഴിഞ്ഞ ജനുവരിയിൽ വരാൻ വേണ്ടി നിന്നാണ് കേട്ടോ. പക്ഷേ ചില സാങ്കേതിക തകരാറുകൾ മൂലം അത് മുടങ്ങിപ്പോയി. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ മൂന്നാർ, വട്ടവട ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരണമെന്ന് വിചാരിച്ചത് ഈ ഒരു റൂട്ടിൽ തന്നെയാണ് കേട്ടോ. അത്രയും പ്ലാനിങ്ങിലായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ കൊടൈക്കനാലിൽ നിന്നൊക്കെ പോയി വരുമ്പം വഴിയിൽ നിന്നൊക്കെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിച്ചിട്ട് നമുക്കാകെ സുഖമില്ലാണ്ടായി. എല്ലാവർക്കും പനിയും ഛർദിയും അങ്ങനെ ഫുൾ കംപ്ലൈൻ്റായി. വട്ടവടം തിരിച്ച് ഞാൻ വീട്ടിലെത്തിയൊന്നും എനിക്ക് ഓർമ്മ പോലുമില്ല. ജീവനും കൊണ്ട് ഓടിയെന്നൊക്കെ പറയൂലേ, അതേപോലെയൊന്നും തിരിച്ച് വീട്ടിലെത്തിയത്. അന്ന് ഞാൻ പഠിച്ചൊരു പാഠമുണ്ട്. നമ്മൾ വഴിയരികിൽ നിന്നൊക്കെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനെയും വയറിനെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുള്ളത്. അല്ലെങ്കിൽ ജീവിതത്തിലുള്ള ഓരോ അനുഭവങ്ങൾ നമുക്കൊരു പാഠങ്ങളാണല്ലോ. മനോഹരമായ തേയിലത്തോട്ടം നമ്മൾ കണ്ട് ആസ്വദിക്കുമ്പോൾ ഈ രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് തൊഴിലാളികളെ നമ്മൾ ഓർക്കണം. അതേപോലെ തന്നെയാണ് നമ്മൾ ദിവസവും കുടിക്കുന്ന ചായ. ആ ഒരു ചായ ഇല്ലാതെ നമ്മളൊന്നും ദിവസം തുടങ്ങുകയും അവസാനിക്കുകയും ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ചായ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ എത്രയോ ആൾക്കാരുടെ അധ്വാനമുണ്ട്. നമ്മളതെല്ലാം എപ്പോഴും ഇങ്ങനെ ചിന്തിക്കണം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് തേയിലത്തോട്ടങ്ങളൊന്നും അല്ല കേട്ടോ. ഈ ഓരോ ഹെയർ പിൻ വളവുകളും താഴേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് താഴെ ആളിയാർ ഡാമിൻ്റെ റിസർവോയറും ക്യാച്ച്മെൻറ്റ് ഏരിയയൊക്കെ കാണുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ മുകളിൽ നിന്ന് കണ്ടിട്ടുള്ള ആ ഒരു ഏരിയ ഒക്കെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ ആളിയാർ ഡാം ഒക്കെ കഴിഞ്ഞ് ഇതാ പൊള്ളാച്ചിയിൽ നമ്മൾ എടുത്തിരിക്കുന്ന റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ആളിയാർ ഡാമിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇതാ നമ്മുടെ റിസോർട്ടിലേക്കുള്ള ചെറിയ റോഡിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഇത് പൊള്ളാച്ചിയിലുള്ള ഉൾനാടൻ ഗ്രാമപ്രദേശമാണ് കേട്ടോ. നമ്മുടെ മുൻപിൽ പോകുന്ന ആ പയ്യന്മാരെ നമുക്ക് റിസോർട്ടിലേക്കുള്ള വഴി കാണിച്ചു തരാണ്. വരുന്ന വഴിക്ക് റേഞ്ച് ഒന്ന് കട്ടായപ്പം ഗൂഗിൾ അമ്മച്ചി നമ്മളെ കൊണ്ടുപോകാത്ത ഒരു കാടും ഇനിയൊരു സ്ഥലത്തില്ല. അത്ര സ്ഥലത്ത് കൂടിയൊക്കെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ചുറ്റി അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കുറച്ച് പുതിയ സ്ഥലങ്ങളും കൂടി കാണാൻ കിട്ടി. ലാസ്റ്റ് വല്ല കുളത്തിലോ പുഴയിലോ പോയി വിൽക്കുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളായിരുന്നു. അപ്പോഴേക്കും നമ്മൾ മെയിൻ റോഡിലേക്ക് കയറിയപ്പോൾ എന്താ ഇവരെ കണ്ട്. അപ്പോൾ ഇവരിതാ നമ്മൾ ഹെൽപ്പ് ചോദിച്ചിട്ട് പോലുമില്ല, റിസോർട്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവരെ ഫോളോ ചെയ്ത് പോന്നോളാൻ പറഞ്ഞ് നല്ല പയ്യന്മാരായിരുന്നു നമുക്ക് കാണിച്ചെന്ന് അവർ പോയി. അപ്പം ഇതാണ് നമ്മുടെ റിസോർട്ട്. ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യട്ടോ. കാരണം നമ്മളെല്ലാവരും നല്ല ടയേർഡാണ്, എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആയിട്ട് ഉറങ്ങുകയൊക്കെ വേണം. അപ്പോൾ നമ്മൾ ഉറങ്ങിണീറ്റതിന് ശേഷം ഇവിടെ അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ പോയതും അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഓൺ വോയിസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.